വ്യക്തികളുടെയും രാജ്യത്തിന്റെയും പുരോഗതിക്ക് നവീന ആശയങ്ങൾ എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് നമുക്കൊക്കെ അറിയാം. സർക്കാരുകൾ മാത്രം സാറ്റലൈറ്റുകൾ അല്ലെങ്കിൽ ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചിരുന്ന കാലത്ത് സ്വന്തം നിലയ്ക്ക് ഉപഗ്രഹ വിക്ഷേപണവും ഒപ്പം തന്നെ അങ്ങ് ചൊവ്വയിൽ പോയി രാപാർക്കാനുള്ള മോഹവും ഒക്കെ കൊണ്ട് നടക്കുന്ന ഇലോൺ മസ്കിനെ നമുക്കറിയാം. അങ്ങനെ വേറിട്ട ആശയങ്ങൾ കൊണ്ട് ശ്രദ്ധേയരായ സഹോദരങ്ങളാണ് ഇന്നത്തെ നമ്മുടെ അതിഥികൾ. ബിസിനസ് ലൈഫ് കോച്ചുമാരും ഒപ്പം തന്നെ സംരംഭകരുമായ നിസാർ അബൂബക്കറും നിഷാദ് അബൂബക്കറും. സ്വാഗതം. നമസ്കാരം. നമ്മൾ എപ്പോഴും പറയുമല്ലോ, കാലാതീതമായ സാങ്കേതിക വിദ്യ, കാലാതീതമായ ആശയങ്ങൾ. അപ്പൊ കാലത്തിന് മുന്നേ പറക്കുന്ന ആശയങ്ങളായിരിക്കണം. ഇപ്പൊ തന്നെ ഞാൻ ഇലോൺ മസ്കിന്റെ എക്സാമ്പിൾ പറഞ്ഞു. 50 വർഷം 100 വർഷം കഴിഞ്ഞ ആൾക്കാർ ചിലപ്പോൾ ചിന്തിക്കുന്ന കാര്യങ്ങളാണ് അദ്ദേഹം അതിനു മുൻപേ തന്നെ ചിന്തിച്ചിരിക്കുന്നത്. അപ്പൊ അത്തരം ആശയങ്ങൾക്ക് നമ്മുടെ സമൂഹത്തിലുള്ള പ്രസക്തി തുടങ്ങുമ്പോൾ ആൾക്കാർ ചോദിക്കും ഇവനെന്താ വട്ടാണോ എന്നൊക്കെ. പക്ഷെ അതിനുശേഷം അത് പ്രായോഗികമാകുമ്പോൾ വ്യത്യാസം വരും. ഇപ്പം കഴിഞ്ഞ ബജറ്റിനെ കുറിച്ചുള്ള ചില പ്രതിഷേധങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക, കേരളത്തിനൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങൾ രണ്ടും ബജറ്റിൽ വളരെ ഹാപ്പിയാണെന്ന് മനസ്സിലാക്കുന്നു. അപ്പൊ ഈ നവീന ആശയങ്ങളും നമ്മുടെ കേന്ദ്ര ബജറ്റുമായിട്ട് എന്താ ബന്ധം? ഞങ്ങളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പൊ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കുറച്ച് പ്രൊജക്ടുകളാണ് ചെയ്യുന്നത്, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതില് വളരെ പ്രധാനമായിട്ട് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്ന് ചന്ദനം കൃഷിയാണ്. അതായത് ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു സൊസൈറ്റി രൂപീകരിച്ച് അത് 5 സെന്റ് വീതമുള്ള ഓരോ പ്ലോട്ടുകളാക്കി തിരിച്ച് അതിൽ ചന്ദനത്തൈകൾ നട്ടുകൊണ്ട് ഒരു ചന്ദന കൃഷി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു റിയൽ എസ്റ്റേറ്റ് മോഡൽ ബിസിനസ് ആണ് ഞങ്ങൾ ചെയ്യുന്ന ഒന്നാമത്തെ ഒരു പ്രൊജക്ട് എന്ന് പറയുന്നത്. അത് ബജറ്റിൽ വളരെ കാര്യമായിട്ട് തന്നെ നിർമ്മല സീതാരാമൻ പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു. ചന്ദന കൃഷിക്ക് വേണ്ടതായിട്ടുള്ള ഒരുപാട് പ്രോത്സാഹനങ്ങൾ സ്കീമുകളും കൊണ്ടുവരുന്നുണ്ടെന്നുള്ളത്. രണ്ടാമതായിട്ട് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് പോലുള്ള വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള അത്തരത്തിലുള്ള പ്രൊജക്ടുകൾക്കും ബജറ്റിൽ കാര്യമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും ഈ ഒരു ബജറ്റിൽ അത്രയും ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണെന്ന് പറഞ്ഞതിന്റെ ഒരു കാരണം.